ഹരിയോ എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന 3-ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ യജ്ഞപ്രകരണം, വ്യത്യസ്തമായ യജ്ഞങ്ങൾ നമ്മളെ സംബന്ധിച്ച് പരമ്പരാഗതമായി അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചു പോകുന്ന യജ്ഞസങ്കല്പത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഭഗവത്ഗീത ഭഗവാൻ അർജുനന് നൽകുന്ന യജ്ഞത്തെക്കുറിച്ചുള്ള സങ്കല്പം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴും അതിൽ അനേകം യജ്ഞങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യജ്ഞശിഷ്ടാശിനസന്തഃ മുച്യന്തേ സർവകിൽബിഷ. തൊട്ട് അത് യജ്ഞശിഷ്ടാശിനസന്തഃ മുച്യന്തേ സർവകിൽബിഷൈഹി ഭുഞ്ചതേ തേ ത്വകം പാപാഃ. ക്ഷമിക്കണം, 11-ാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാപ്സ്യത. പ്രജാപതി പ്രപഞ്ചത്തിൻ്റെ നിർമ്മാതാവ് തന്നെ പ്രജകളെ സൃഷ്ടിച്ച് പ്രജകളോട് പറഞ്ഞു, സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുഗ്. നിങ്ങളെ സൃഷ്ടിച്ചത് ഞാൻ പരസ്പര ഭാവനയോടുകൂടിയാണ്. ഈ പരസ്പര ഭാവന കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുവിൻ. ഇത് നിങ്ങളുടെ ആഗ്രഹത്തെ തരുന്ന കാമധേനുവാണ്. നിങ്ങൾ എന്താണോ സങ്കല്പിക്കുന്നത് അത് തരും. അതെങ്ങനെയാണ്? പരസ്പര ഭാവനയിലൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരസ്പര ഭാവനയിലൂടെയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ട് പ്രജാപതി നമ്മളോട് പറഞ്ഞു എന്ന് പറയുമ്പം ഒരാളെ വിളിച്ചിട്ട് എടാ നീ ഇന്നത് ചെയ്യ് എന്ന് പറയുന്ന പോലെയല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഈ പ്രപഞ്ച ഘടകങ്ങളിലെല്ലാം നമുക്കത് കാണാൻ സാധിക്കും. പലപ്പോഴും ചില അപകടങ്ങളിലൊക്കെ പെട്ടിട്ടുള്ള, ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഈ പറഞ്ഞ പോലെ വല്ല പശുവിൻ്റെ കയറ് കൊണ്ടുപോയിട്ട് വേലിയിൽ കൊണ്ടുപോയി കുരുങ്ങി അതിനങ്ങോട്ടും പോകാൻ വയ്യ ഇങ്ങോട്ടും പോകാൻ വയ്യ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളത് കാണുന്നു, അത് അപേക്ഷിക്കുന്നുണ്ട് നമ്മളോട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇങ്ങനെ പല ജീവികളും, കയറുള്ളതും കയറില്ലാത്തതും പലപ്പോഴും കണ്ടിട്ടില്ലേ. നമ്മൾ ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണും. എന്താണ് നമുക്ക് അത് നമ്മളതിനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അത് അത്ഭുതമാണത്. അതിന് നമ്മളോടുണ്ടാവുന്ന ദയാവായ്പും ഒക്കെ. ഇങ്ങനെ ഒരാൾ ഇതേപോലെ ഒരു പരുന്തിനെ അതിനെ കൈയൊടിയുക അങ്ങനെ എന്തോ ചെയ്ത് അതിനെ ഇയാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് ഈ പരുന്ത് പിന്നെ ഇയാളെ വിട്ട് അത് പോവില്ല. ഇയാൾ എവിടെ പോവുക, സ്കൂട്ടറിൽ പോകുമ്പോൾ ഇവ നേരെ മുകളിൽ കൂടെ പോകും. എന്നിട്ട് എവിടെയാണോ പോണത് അപ്പോൾ വണ്ടിയിൽ അവിടെ വന്നിരിക്കുക. മൂപ്പര് ഭയങ്കര അറ്റാച്ച്ഡായി ഈ മനുഷ്യനുമായിട്ട്. അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു പോസ്റ്റാണത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വിധേയത്വം ഈ സകല ജീവജാലങ്ങളും എന്താണ് ഇതാണ് ഈ പരസ്പര ധാരണ കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചതേ അങ്ങനെയാണ്. പിന്നെ ചില മൃഗങ്ങളൊക്കെ നമ്മളെ കശാപ്പ് നമ്മളെ എന്താ പറയുക, പിടിച്ച് തിന്നുക ഇതൊക്കെ ചെയ്യുന്ന നരിയും പുലിയൊക്കെ ഉണ്ടല്ലോ, കിട്ടിക്കഴിഞ്ഞ ലെവലാക്കുന്നത്. അത് അവരുടെ ഭക്ഷണമാണ്. അവർ മനുഷ്യൻ ഈ സൃഷ്ടിയുടെ ഏറ്റവും വലുതാണ് അങ്ങനെയൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഫുഡാണ്. പക്ഷെ മനുഷ്യനെ ആക്രമിച്ച് തിന്നുന്ന പൊതുവേ മൃഗങ്ങൾ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇതിലേക്ക് എത്തുന്ന സമയത്താണ് അതൊക്കെ അത് ചെയ്യുന്നത്. അല്ലാത്തതൊന്നും അതിനു വേണ്ടി ചെയ്യുന്നതല്ല. നമ്മളെ കൊല്ലുന്നത് അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതിനെ ഭയപ്പെടുത്തുന്നതുകൊണ്ട് അത് ചെയ്യുന്നത്. അപ്പോൾ പാമ്പ് കടിക്കുന്നത് പാമ്പിനെ നമ്മളെ തിന്നാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമുക്ക് പലർക്കും ഒരു ധാരണയുണ്ട്, സൃഷ്ടിയിൽ നമ്മളാണ് ഏറ്റവും വലുത്, നമുക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരെ മുഴുവൻ സൃഷ്ടിച്ചതെന്ന്. അതൊരു തെറ്റായ ഫിലോസഫിയാണ്. അത് ആര് പറഞ്ഞാലും അത് ഹിമാലയൻ ബ്ലണ്ടറാണ്. ഇവിടെ മറ്റ് മൃഗങ്ങൾക്കുള്ളതിനേക്കാൾ എന്തെങ്കിലും പരിഗണന നമുക്ക് പ്രകൃതി അനുവദിച്ച് തന്നിട്ടില്ല, ഈ പ്രപഞ്ചത്തിലെ വിധാതാവ് അനുവദിച്ച് തന്നിട്ടില്ല. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കയ്യേറ്റം ചെയ്ത് സ്ഥാപിച്ചെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും തുല്യ അവകാശമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ മനുഷ്യനെ ഈ പ്രകൃതിയിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ആ പ്രകൃതി അത്രയും, ഇപ്പോൾ നിങ്ങൾ ഒരു ട്രയൽ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രദേശത്തു നിന്ന് മനുഷ്യനെ മാറ്റി നോക്കൂ,
ആ പ്രദേശം വളരെ സുന്ദരമാവും. ഒരു 100 വർഷത്തേക്ക് ഏതെങ്കിലും ഒരു ഐലൻഡിൽ നിന്ന് മനുഷ്യനെ മാറ്റിക്കഴിഞ്ഞാൽ ആ ഐലൻഡ് വളരെ നന്നാവും. അതിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന കുറേ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു കണ്ടൽ ചെടിക്ക് പോലും ഒരു ദ്വീപിനെ നിലനിർത്തുന്നതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ പലതിൻ്റെയും വംശനാശം നമുക്കുണ്ടാകുന്ന ഭീഷണി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ലോകത്താണ്. അപ്പോൾ എത്രയോ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക. യജ്ഞഭാവത്തോടു കൂടിയാണ് ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളും. ആ യജ്ഞത്തെ നീ തിരിച്ചറിയണം. എന്നിട്ടോ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈർദത്താൻ അപ്രദായേഭ്യഃ. ഇതാണ് നമ്മൾ ഇനി എടുക്കേണ്ട ശ്ലോകം 12-ാമത്തത്. വളരെ പ്രധാനപ്പെട്ട ഭഗവാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. എന്താണ്? ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈർദത്താൻ അപ്രദായേഭ്യഃ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. ഗീത കള്ളൻ, മുരാച്ചി എന്ന് വിളിക്കുന്നു. ആരെ? ഗീത വിളിക്കുന്നുണ്ട് കള്ളൻ എന്ന്. ആരെയാ ഗീത കള്ളൻ എന്ന് വിളിക്കുന്നത്? അയ്യപ്പ പണിക്കരുടെ കവിത ഉണ്ടല്ലോ, വെറുമൊരു മോഷ്ടാവായ എന്നെ നിങ്ങൾ കള്ളൻ എന്ന് വിളിച്ചില്ലേന്ന്. അപ്പം നീ കട്ടതൊക്കെ എന്താണ്? അപ്പം കള്ളൻ ഓരോന്നിനും ന്യായീകരണം നടത്തുന്നുണ്ട്. എന്താ കള്ളൻ്റെ ന്യായീകരണം? നീ എന്തിനാണടാ കോഴിയെ മോഷ്ടിച്ചത്? കോഴിയെ മോഷ്ടിച്ചിരുന്നതെങ്കിലേ അത് പൊരിച്ച് തിന്നാനാണ്, എൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയാണ്. അപ്പം നീ വസ്ത്രം മോഷ്ടിച്ചതോ? വസ്ത്രം മോഷ്ടിച്ചിരുന്നെങ്കിൽ അത് എൻ്റെ നാണം മറയ്ക്കാനാണ്. അപ്പോൾ എല്ലാറ്റിലും കള്ളന് ന്യായീകരണമുണ്ട്. അവിടെ ആ കള്ളൻ്റെ കാര്യത്തിൽ കവി വേറെ ചിലതും നമ്മളോട് പറയുന്നുണ്ട്. അതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. വെറുമൊരു മോഷ്ടാവായ എന്നെ നിങ്ങൾ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്നാണ്. നമുക്ക് തോന്നും ഈ മോഷ്ടാവും കള്ളനും രണ്ടാണോ? നമ്മൾ നിഘണ്ടു നോക്കിയാൽ മോഷ്ടാവ് എന്നുള്ളത് കള്ളൻ്റെ മറ്റൊരു പ്രയോഗമാണെന്ന് കാണും. എന്നാൽ അങ്ങനെയല്ല, അത് വേറെ. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. എന്തായാലും ഇഷ്ടാൻ ഭോഗ, ആരെയാണ് ഭഗവാൻ ഇവിടെ കള്ളൻ എന്ന് വിളിക്കുന്നത്? ഗീത കള്ളൻ എന്ന് വിളിക്കുന്നത് ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഹ. ദാസ്യന്തേ യജ്ഞഭാവിതാഹ, യജ്ഞഭാവത്തോടുകൂടി നമുക്ക് തരുന്നു. എന്താ പറയുക, ഒരു മാവ് പോലും അത് പൂത്ത് കഴിഞ്ഞാൽ, അത് പാകമായി കഴിഞ്ഞാൽ അതിങ്ങനെ തല കുനിച്ച് ഇങ്ങനെ താഴേക്ക് കൊമ്പൊക്കെ താഴ്ത്തി തരും. ഇതാ മക്കളെ എടുത്തോളൂ എന്ന വർട്ടിൽ. ഏത് വൃക്ഷലതാദികളെല്ലാം നോക്കിക്കോളൂ, സമ്പന്നമായി ഇരിക്കുന്ന സമയത്ത്, അതിൻ്റെ ഏറ്റവും നല്ല സമയത്ത് അത് വിനയാന്വിതരായിട്ട് തല കുനിച്ച് തരും. നമ്മളതിൽ 10 രൂപ പോക്കറ്റിലുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരന്മാരാവും എന്ന് പറയാം. നേരെ വിപരീതമാണ്. അപ്പോൾ യജ്ഞഭാവിതാഹ, യജ്ഞഭാവത്തോടു കൂടിയിട്ട് ദേവാഹ, അവരെന്താണ്? പ്രപഞ്ചഘടകങ്ങൾ നമുക്കായിട്ട് ഇഷ്ടാൻ ഭോഗാൻ ഹി ദാസ്യന്തേ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഭോഗങ്ങളെ അവർ തരുന്നു. എന്തൊക്കെ നമുക്ക് തരുന്നു ആലോചിച്ച് നോക്കൂ. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം പ്രകൃതിയിലുണ്ട്. എല്ലാം തന്നെ. ഈവൻ ഒരു നദി പോലും, ഇങ്ങനെ ശുദ്ധമായ നദിയുണ്ടല്ലോ, ഏറ്റവും മുകളിൽ നിന്ന് ഹിമാലയത്തിൻ്റെ ഉയരത്തിൽ നിന്നൊക്കെ അതിങ്ങനെ താഴേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്. ഈ കേദാറിലും ബദരിയുടെയൊക്കെ ഏറ്റവും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന നീരുറവകളുണ്ട്. അത് അങ്ങേയറ്റം സ്വച്ഛമാണ്. ഒരു തരത്തിലുള്ള ഇടപെടലുകളും മനുഷ്യന്മാരുടേത് ഇല്ലാത്ത അതിങ്ങനെ ഒഴുകി വരികയാണ്. ആ ഒഴുകി വരുന്ന ജലത്തിൽ നമ്മൾ ഈ കഷായത്തിൽ 101 ആവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ എത്ര വൈവിധ്യങ്ങളാർന്ന പാറക്കല്ലുകളാണെന്നറിയോ? പാറയും അതും അതേപോലെ വൃക്ഷത്തിൻ്റെ വേരുകൾ, ഇങ്ങനെ ഒരുപാടെണ്ണത്തിനെ തഴുകി തലോടിയിട്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഈ വരുന്ന സമയത്ത് നമ്മൾ പറയുന്ന മിനറൽ വാട്ടർ,
എന്തൊക്കെ മിനറൽസാണ് അതിലുള്ള. അതുകൊണ്ടാണ് ഈ ഗംഗാജലത്തിന് ഇത്രയും ഒരു പ്യൂരിറ്റി കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പനയല്ല, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസൾട്ട് അതാണ്. അപ്പോൾ അതിൽ ഹൈ മിനറൽസാണ്, നമുക്ക് ദോഷമുള്ളതല്ല. നമുക്ക് ദോഷമുള്ള മിനറൽസ് ഉണ്ട്, അതല്ലാത്തത്. അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ആ വിധാതാവ് അതിലിങ്ങനെ ചേർക്കുന്നത് ഇതിനെ. കാരണം ഇതൊക്കെ നമുക്കും വേണ്ടതുമാണ്. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് വേണ്ടുന്ന, ഇപ്പം നമ്മൾ പറയും മുരിങ്ങ കഴിക്കുന്നത് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, ചീര അയൺ കണ്ടൻ്റുള്ള ഈ ഇലക്കറികളൊക്കെ ഏറ്റവും നല്ലതാണ്, ഇന്നതിനൊക്കെ നല്ലതാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതാരാണ് ഇതൊക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ടും നമ്മുടെ ത്വക്കിന് വേണ്ടിയിട്ടും നമ്മുടെ രക്തത്തിനും ഇതിൻ്റെയൊക്കെ ഒരു ഔഷധമാണ്. ശരിക്കും ആഹാരം എന്ന് പറയുക അങ്ങനെയാണ് ശങ്കര ഭഗവത്പാദർ അതിനെ കാണുന്നത്. ഭിക്ഷ ഔഷധം ഭുജ്യതാം എന്നാണ്. വിശപ്പ് രോഗമാണെങ്കിൽ ഭക്ഷണം ഔഷധമാണ്. സാധ്വന്നം നതു യാജ്യതാം. ഭക്ഷണത്തിന് രുചിയില്ല എന്ന് പറയരുത്, കാരണം വിധാതാവ് ഉണ്ടാക്കിയ രുചിയുണ്ട്. നമ്മൾ ഈ സാക്രിൻ കഴിച്ച് ഈ ബേക്കറി ഐറ്റംസ് കഴിച്ചിട്ട് നമുക്ക് ശരിക്കുള്ള മാങ്ങയുടെയും ഈ പറഞ്ഞ പൈനാപ്പിൾ ആണെങ്കിലും വാട്ടർമെലൺ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ഈ പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കുന്ന ആളുകളുടെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ ജ്യൂസിൽ പോലും അവർ സാക്രിൻ അടിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വതസിദ്ധമായ മധുരം, ആ മധുരം എന്താണെന്ന് അറിയാനുള്ള ശേഷി പോലും നാവിന് നഷ്ടപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് കഴിച്ച് ആ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി കൃത്യമായ ഡോസേജിൽ അളന്ന് മുറിച്ച് പാകപ്പെടുത്തി എടുത്തു വെച്ചിട്ടുള്ള രസങ്ങളുണ്ട്. എല്ലാം നല്ല ഉഗ്രം കോമ്പിനേഷനാണ്. ആരാണ് ഇത്ര കൃത്യമായ അളവിൽ അതിലേക്ക് ഇത് നൽകിയത്? നമ്മൾ തേൻ വരിക്ക, ആ വരിക്ക, ഈ വരിക്ക, പഴഞ്ചക്ക, ആ ചക്ക, ഈ ചക്ക എന്നൊക്കെ പറഞ്ഞ ചക്കയുടെ ഇതിലൊക്കെ നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. മാങ്ങയെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്, സകലതിനെയും നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അതിലെ പലതിനും ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രക്രിയയെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ? നമ്മൾ വീട്ടിൽ മേടിച്ച് കൊണ്ടുവന്ന് 1 കിലോ ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച്, നാരങ്ങ മേടിച്ച് കൊണ്ടുവന്ന് അത് തൊലി പൊതിച്ച് കഴിക്കുന്ന സമയത്ത് അതിന് മധുരമില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ നാരങ്ങ നമുക്ക് തന്നവനെ തെറി പറയുക, അവൻ്റെ രക്ഷിതാക്കളെ വരെ തെറി പറയുക, അവനൊക്കെ നശിച്ച് നാരായണക്കല്ല് എടുക്കുന്ന ശപിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണേ. അവനാണോ അത് ഉണ്ടാക്കിയത്? അല്ല, അത് നമ്മുടെ മനസ്സിന് പാകത്തിനുള്ള സാധനം തന്നെ നമുക്ക് കിട്ടിയെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഈ പ്രകൃതിയിലെ ഓരോന്നിനെയും നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്, നമ്മുടെ വികലമായ കാഴ്ച. ഈവൻ മരങ്ങളെയൊക്കെ തന്നെ നമ്മൾ പറയും പാഴ്മരം, പടുമരം, അതിന് ഗുണമൊന്നുമില്ല എന്നേ, വെറുതെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞേക്കാം. അത് നൽകുന്ന ഓക്സിജനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? അതാണല്ലോ പണ്ട് ആയുർവേദാചാര്യൻ പഠനം കഴിഞ്ഞ് വിദ്യാർത്ഥികളെ അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിലെ പിറകിലേക്കുള്ള കാട്ടിൽ പോയിട്ട് നമുക്ക് മരുന്നിന് ആവശ്യമില്ലാത്ത ചെടികൾ കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ കുറേ ശിഷ്യന്മാരെ അങ്ങോട്ട് പോയി, എല്ലാവരും കെട്ടുകണക്കിന് കൊണ്ടുവന്നു. ഒരുത്തവും കയ്യും വീശിയിട്ടാണ് വന്നത്. ബാക്കിയുള്ളവർക്ക് അത്ഭുതമായി, ഇവനെന്താ വെറുതെ ഇങ്ങനെ കയ്യും വീശി നടക്കുന്നു, വെറുതെ ഇവൻ അവിടെയൊക്കെ തിരിഞ്ഞു കളിക്കുന്നത് കണ്ടിട്ടുണ്ട് ബാക്കിയുള്ളവർ. അപ്പോൾ ഗുരു ചോദിച്ചു, ഇതെന്താ ഇത്? അപ്പോൾ ഈ കൈവീശി വന്നവനെയും വിളിച്ചു, ബാക്കിയുള്ളവരെ കൊണ്ടുവന്നതൊക്കെ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഒരുത്തം കൊണ്ടുവന്ന് ഒരു കെട്ട ആടലോടകമാണ്. ആടലോടകവും കഞ്ഞിക്കൂർക്കലും കൊടുത്തുവയും പറഞ്ഞ പോലെ പല പല സാധനങ്ങൾ. ഇവന് തോന്നുമ്പോൾ ഈ കൊടുത്തുവയും ഈ പറഞ്ഞതൊന്നും എന്താ പറയുക, ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇവനോട് ചോദിച്ചു, എന്താ നിനക്കൊന്നും കിട്ടാത്തത്? അവൻ പറഞ്ഞു,
ഔഷധവീര്യം ഇല്ലാത്തതായ ഒന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർ കെട്ടുകണക്കിന് കൊണ്ടുവന്ന് സകലതും മൂപ്പര് പറഞ്ഞു. ഇത് ഇന്നതിനല്ലേ ഗുരു പറഞ്ഞു തന്നു, ഇത് ഇന്നതല്ലേ, ഇത് ഇന്നതല്ലേ, ഇതും ചേർന്നാൽ ഇന്നതില്ലേ. അപ്പോൾ പ്രകൃതിയിൽ ഒരു സാധനവും അനാവശ്യമായിട്ട് ഇവിടെ ഇല്ല. നമുക്ക് തോന്നുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാറ്റയും ഈ പറഞ്ഞ പല്ലിയും പഴുതാരയും കൊതുകും മൂട്ടയും ഒക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഇവന്മാരെ എന്നേക്കും ഇല്ലായ്മ ചെയ്യണം എന്നത് നമ്മുടെ ഈ എന്താ പറയുക, ഈ കാമാസക്തിയുടെ അല്ലെങ്കിൽ ആ ഭോഗത്തിൻ്റെ ത്വരയിൽ നിന്നുണ്ടായതാണ്. ഈവൺ ഇന്ത്യയിൽ പണ്ട് ഈ പറഞ്ഞ വിഷം വയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അത് എലിവിഷാണെങ്കിലും ഈ പറഞ്ഞ ഈ നമ്മൾ ഇങ്ങനെ ഈ കൃഷിനാശം അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുന്ന ജീവജാലങ്ങൾ, അതിനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതൊന്നുമില്ല. നമ്മൾ ഇന്ന് ഇവിടെ ഒരു കടയിൽ പോയ സമയത്ത് ഇവിടെ നിറയെ അണ്ണാരക്കണ്ണന്മാരുള്ള സ്ഥലമാണ്, ഇഷ്ടംമാതിരി ഉണ്ട്. എന്ത് ഇതാണെന്നറിയാം, ഇവന്മാർ നമ്മളെ കണ്ടാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കൈ കൂപ്പി ഇങ്ങനെ നിൽക്കും. ഇവർ തൊഴുത് നിൽക്കുകയല്ല, കാരണം നമ്മൾ എന്തെങ്കിലും കൊടുക്കുമെന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ നോക്കും. നല്ല രസമാണ്. നമ്മൾ ഒരിക്കൽ വീഡിയോ എടുത്തിട്ടിടാം. ഇതിൽ ഭയങ്കര രസമാണ്. അവർ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ നിൽക്കും. എന്തെങ്കിലും നമ്മൾ കൊടുക്കുമെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പാവം ഒരു ഉപദ്രവവും ചെയ്യാത്ത, ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത ഇവന്മാരെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇന്ന് നമ്മൾ ആ കടയിൽ കണ്ടു. അപ്പം നമ്മൾ ചോദിച്ചു, ഇതെന്താന്ന്? ഞാൻ പറയാം, ഇതിനെ ഓടിക്കാനുള്ളതാണ്. അത് എന്താ ഈ ഒരു വല്ലാത്തൊരു ഇതാണ്. വെടിവെച്ച് കൊല്ലുക. വെടിവെച്ച് പഠിക്കുന്നതേ ഈ അണ്ണാരക്കണ്ണൻ്റെ മുകളിലാണ്. അപ്പം ചിലർക്ക് നമുക്കിങ്ങനെ തോന്നും, കാട്ടുപന്നി അതിനെയൊക്കെ വെടിവെച്ച് കൊല്ലണം, അതിനെ തോട്ട വെച്ച് പൊട്ടിക്കണം, ഇതിനെ കൃഷി നശിപ്പിക്കുന്നു. ആർക്കാണ് കൃഷി നശിപ്പിക്കൽ? അതിൻ്റെ അന്നം അത് വന്ന് കഴിച്ചു പോവാണ്. നമ്മൾ പറയുന്നു ഇത് കൃഷി നശിപ്പിക്കുകയെന്ന്. നിങ്ങൾക്കാണ് ഇതൊക്കെ കൃഷി. നിങ്ങൾ മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടി അവരുടെ സ്ഥലം കെട്ടിപ്പൊതിഞ്ഞ് വെച്ച് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ളതാണ് ഇതൊക്കെ. ഇത് നമുക്ക് കാശ് മാർക്കറ്റ് കൊണ്ടുപോയിട്ട് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടാവ് ഉണ്ടാക്കിയതല്ല. ഇത് വന്മാർക്കും കൂടെ ഉള്ള ഫുഡാണ്. അവരതാ കഴിക്കുക. അവർ പിസ്സ ഹട്ടിൽ പോയിട്ട് ബർഗറും പിസ്സയൊന്നും ഓർഡർ കൊടുത്ത് കഴിക്കുന്നവരല്ല. അതൊക്കെ നമ്മൾ ചെയ്യുന്ന പണിയാണ്. ഇതൊക്കെ അവർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ കർഷകരെങ്ങനെയാണ്? നമ്മുടെ വല്യച്ഛനെയൊക്കെ നമുക്കറിയാം. വയനാട്ടിൽ നമ്മൾ കുട്ടിക്കാലത്ത് പോകുമ്പോൾ മൂപ്പര് പറയും, അപ്പോൾ കുറേ അവിടെ നിന്നോട്ടെ എന്ന് പറയും. അതൊക്കെ എന്താ പറയുക, ഇന്നവന്മാർക്കുള്ളതാണ്. കുരങ്ങനുള്ളത്, കാക്കയ്ക്കുള്ളത്, ഈ കുറുക്കനുള്ളത്. അതുപോലെ ഇന്നതൊക്കെ വന്ന് അതിനെ ഇതാക്കില്ല. ആനയൊക്കെ ഇറങ്ങും അവിടെ വയനാട്ടിൽ. അപ്പോൾ ഈ പന്തം കത്തിച്ച് നമ്മളെ കുട്ടിക്കാലത്ത് വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. കാരണം സ്കൂൾ പൂട്ടിയാൽ പിറ്റേ ദിവസം കയറും വണ്ടി വയനാട്ടിലേക്ക്. അപ്പോൾ ഈ ആന ഇറങ്ങുന്ന സമയത്ത് ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞാൽ, എണ്ണയുടെ തപ്പുണ്ട്. അതിങ്ങനെ വീട്ടിൻ്റെ ഒരു ഓരത്ത് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് 2-4 ഭാഗത്തും. അതിൽ അടിയോടടിയാണ്, കട്ടപ്പട്ട കൊടോട എന്ന് പറഞ്ഞിട്ട്. ഈ എണ്ണത്തപ്പിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. പിന്നെയോ തുണി ചുറ്റിയിട്ട് അതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഈ പന്തം ഇങ്ങനെ വീശും. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ പൊയ്ക്കോളും. അതിനൊരു ഇറിറ്റേഷനാണ്. ഇതേ നമ്മൾ തന്നെയാണ് ഈ വയനാട്ടിൽ പോകുന്നതും. വയനാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ജനുവരിയിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് അമ്പലമുണ്ട്, ഉത്സവം. ഈ അമ്പലത്തിൻ്റെ ഉത്സവത്തിൽ ഇതിൻ്റെ മുന്നിൽ, ഈ ആനയുടെ മുന്നിൽ ഇങ്ങനെ വലിയ ഇതായിട്ടുള്ള എന്താ പറയുക, ഇങ്ങനെ കാണാം, കൈ പോലെ ഉണ്ടാവും, ഇരുമ്പിൻ്റെ വലിയ വട്ടത്തിൽ. അതിൽ മുഴുവൻ തുണി ചുറ്റി എണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ കത്തിച്ച് വെച്ച പന്തം. പിന്നെയോ അതിൻ്റെ മുന്നിൽ നിന്നാണ് ഈ ചെണ്ട കൊട്ടുന്നത്. എത്ര ഇറിറ്റേഷൻ അതിനുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. എത്ര ഇറിറ്റേഷൻ സഹിച്ചിട്ടാണ് ആ ജീവി ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ പൊട്ടന്മാർ, വിവരദോഷികൾ, 10 പൈസയുടെ ബുദ്ധിയോ ജ്ഞാനമോ ഭക്തിയോ ഇല്ലാത്ത
വെറും വൃത്തികെട്ടവന്മാർ അത് ആസ്വദിക്കുക. എന്നിട്ട് പറയുക, ഭഗവാനോട് ആനയ്ക്ക് ഭയങ്കര, ആ നടയിൽ നിന്ന് ആന തൊഴുന്ന തൊഴിൽ കാണണ്ടേ. പൊട്ടന്മാരെ, ആനയ്ക്ക് ഇങ്ങനത്തെ കോപ്രാട്ടി കാണിക്കുന്നതല്ല. ആനയെ സംബന്ധിച്ച് ഈശ്വര ഭജനവും അതും ഇതൊക്കെ. നിങ്ങളൊക്കെ ഇത് അനുഭവിച്ചിട്ടേ ഈ ലോകത്തുനിന്ന് പോവുള്ളൂ. ഈ ആനയ്ക്ക് വേണ്ടി പിരിവ് നടക്കുമ്പം കാശ് അമ്പലത്തിൽ കൊടുത്ത് ഈ ആനയെ കൂച്ചുവിലം കിട്ട് അതിനെ കുത്തി അത് കാണണം. നിങ്ങൾ കോന്നിയിലൊക്കെ പോയിട്ട് അതിനെ ട്രെയിൻ ചെയ്യുന്നത് കാണണം. ആ ഗജേന്ദ്രമോക്ഷം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണെന്ന്. കോടതിക്ക് ഈ അടുത്ത കാലത്ത് എന്തോ വെളിപാടുണ്ടായിട്ട് കോടതി എന്തോ ചോദിച്ചു, എന്തിനാണ് ഇതെന്ന്. അപ്പോൾ വേറൊരു കോടതി അതിനെ പരിഹസിക്കുക, ആനയ്ക്കറിയോ എത്ര മീറ്റർ വിട്ട് നിൽക്കണം. എങ്ങനെയുണ്ട് ഈ ജഡ്ജിമാരുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? സാമാന്യ ഈ ജഡ്ജിമാരൊക്കെ ഈ സുപ്രീം കോടതിയാണെങ്കിലും ഈ ഹൈക്കോടതിയാണെങ്കിലും ഈ ദേവസ്വം ആൾക്കാരൊക്കെ തന്നെ ആ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികളെങ്കിലും ഒന്ന് വായിച്ചു വെക്കണം. അറ്റ്ലീസ്റ്റ് അതെങ്കിലും. ബാക്കി ഗീതയൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ആരെ അധികാരം തന്നു ഇതിനെങ്ങനെ കൂച്ചുവിലം കിട്ട് ഇതിൻ്റെ മുന്നിലിട്ട് അതിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ? അത് സഹിക്കുന്നത് എന്താ? അത് കരഞ്ഞ് അതിൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ചാല് പോലെ ആയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വാല് അത് പിച്ചി എടുത്തിട്ട് അതിൻ്റെ മോതിരം കെട്ടിക്കഴിഞ്ഞാൽ ഇവനെന്തോ രാത്രി സ്വപ്നം കാണുന്നു. എടോ, സ്വപ്നം കാണുന്നത് നീ സ്വബോധത്തിലിരിക്കുമ്പം മനസ്സ് ശുദ്ധമാക്ക്. വേണ്ട ദിനങ്ങൾ മുഴുവൻ ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഉപബോധ മനസ്സിൽ നിനക്ക് സ്വപ്നം ഉണ്ടാവും. സ്വപ്നം എന്ന് പറഞ്ഞാൽ അതാണ്. എന്താ സ്വപ്നം? ജാഗ്രത അവസ്ഥായാം യത് ദൃഷ്ടം യത് ശ്രുതം തജ്ജനിത വാസനയാ നിദ്രാസമയ സ്വപ്നപ്രതീയതേ. നിന്റെ ജാഗ്രത അവസ്ഥയിൽ കണ്ടതും കേട്ടതും ഒക്കെ അതിനനുസരിച്ച് നിന്റെ മനസ്സിൽ ഒരു ലോകം നീ തന്നെ ഉണ്ടാക്കി അനുഭവിക്കുന്നതാ. ജാഗ്രതനെ നേരെയാക്കിയാൽ നിനക്ക് ഈ ദുസ്വപ്നമൊന്നും ഉണ്ടാവില്ല. അതിന് ആനവാലിന് മോതിരിട്ടിട്ട് നിന്റെ സ്വപ്നം ഒന്നും ഇല്ലാതെയാവാൻ പോകുന്നില്ല. അതിൻ്റെ അടിയിൽ കൂടെ നടത്തുക. അവസാനം ആനവാലിന് അതിന് രോമമൊന്നും ഇല്ലേ. ഈ പാപ്പാന് ഇത് തന്നെയാണ് പണി. എന്തുമാത്രം ദ്രോഹം. എന്നിട്ട് നിങ്ങളൊക്കെ പലരും ഈ ഭക്തന്മാരായിട്ടുള്ള ആളുകളൊക്കെ ചോദിക്കുന്നില്ലേ, എൻ്റെ മോനെ എന്താ ഇങ്ങനെയായിപ്പോയത്, ബുദ്ധി ഇല്ലാതെയായിപ്പോയത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തത്? ഇതൊക്കെയാണെന്ന് കാരണം. നിങ്ങൾ ദ്രോഹത്തിന് വേണ്ടി നിങ്ങളെ സകല പാപങ്ങൾക്കും നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. നിങ്ങൾ സ്പോൺസർമാരാണ്. ഈശ്വര നിന്ദ ചെയ്യുന്നതിൽ പ്രകൃതി വിരുദ്ധ പ്രക്രിയയുടെ സ്പോൺസർമാരാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അഭിനയിക്കുന്നു ഭക്തന്മാരാണെന്ന്. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ എഴുതി സിനിമ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗുരുവായൂർ കേശവന് ഗുരുവായൂരപ്പനോട് ഭക്തിയാണെന്നൊക്കെ? വെറും മണ്ടത്തരം, വെറും മണ്ടത്തരം. ആനയെ ആനയായിട്ട് കാണുക. ഏത് ജീവിയാണെങ്കിലും എല്ലാ ജീവികളും എന്താണ്? സർവക്ഷേത്രേഷു ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി. ഭഗവാൻ പറയും 13-ാം അധ്യായം നമുക്ക് കാണാം. അതിൽ ഈ ആധ്യാത്മിക അറിവിലൂടെ വേണം നിങ്ങളിതിനെ ഓരോന്നിനെയും കാണാൻ. അതില്ലാതെ നിങ്ങൾ ഈ മണ്ടത്തരങ്ങളൊന്നും ചെയ്ത് കൂട്ടരുത്. ഓരോന്നിനും ജീവിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. അത് നമ്മുടെ ദുരയ്ക്ക് വേണ്ടി, നമ്മുടെ വിനോദത്തിന് വേണ്ടി എന്തൊക്കെ തോന്നിയാസങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. കോഴിപ്പോര്, കാളപ്പോര്, എന്തൊക്കെ നമ്മുടെ വിനോദമാണേ. എടോ, നീ തമ്മിൽ തല്ലി വിനോദിക്ക്. നീ എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? നീ തമ്മിൽ തല്ല്, എന്നിട്ട് വിനോദിച്ചോ. വല്ലവൻ്റെയും നെഞ്ചത്ത് ഈ പാവം മിണ്ടാപ്രാണികളോട് കാണിക്കണോ ഇതൊക്കെ? എന്നാൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ മോചിതരാവുക. എല്ലാ വലിയ ഈ രാജ്യങ്ങളിൽ പോലും ഉണ്ട് ഇങ്ങനത്തെ കുറേ കോപ്പറാട്ടികളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ അമേരിക്കയ്ക്കും ഉണ്ട് കാളപ്പോരും. ഈ കാളയെ എന്നിട്ട് കൊല്ലും പാവം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഈ പാരസ്പര്യത്തിലെ തിരിച്ചു കൊടുക്കാത്ത, ഇവിടെ പറയുകയാണ് ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഹ. പാവങ്ങൾ അവർ തരുന്നു നമുക്ക്. പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളും ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഹ. യജ്ഞഭാവത്തോടുകൂടി അവർ നമ്മളെ സേവിക്കുന്നു. എന്നിട്ടോ നമ്മളോ തൈഹി ദത്താൻ, എന്നാൽ അവർ തന്നതിൽ നിന്ന്, തൈഹി ദത്താൻ അവരാൽ നൽകപ്പെട്ടതിനെ, ഏഭ്യ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്നത് ഏഭ്യൻ എന്നല്ല, ഒരു കണക്കിൽ പറഞ്ഞ ഏഭ്യന്മാരായ നമ്മൾ എന്താണ്, അപ്രദായ തിരിച്ചൊന്നും കൊടുക്കാതെ, യഹ ഭുങ്ക്തേ ആരാണ് അനുഭവിക്കുന്നത് ഒറ്റയ്ക്ക്?
സഹ സ്തേനയേവ സഹ, കള്ളനാണവൻ, കള്ളൻ എന്ന്. അപ്പം ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഭൂലോക കള്ളന്മാരാണ്. വീരപ്പനേക്കാൾ വലിയ കള്ളന്മാരാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്ത് അതിൻ്റെ അങ്ങേയറ്റം ചൂഷണം. ആ ചൂഷണത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് ആധ്യാത്മിക പരിവേഷമൊക്കെ കൊടുത്ത്, ഭക്തിയെ കൊടുത്ത്, ഇത് ഇന്നതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറും തട്ടിപ്പ്, ഒരു രക്ഷയില്ല. ഓരോന്നിനെയും നമ്മളിങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ ഈ വെള്ളിമൂങ്ങ അതും ഇതുമൊക്കെ, അതിനെയൊക്കെ കണ്ടാൽ അതിനെ പിടിച്ചുകൊണ്ട് ഇന്നത് ചെയ്തു, മറ്റേതിനെ ഇന്നതാക്കി, എന്തൊക്കെ ഈ പാപം ജീവികൾ. ഈ ആമയൊക്കെ ആധ്യാത്മിക, നമ്മൾ മുമ്പും പറഞ്ഞതാണ്, ഈ ആമയുടെ രൂപമൊക്കെ ഇവൻ്റെ കാറിൻ്റെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആമയുടെ എന്താ അതിൻ്റെ താല്പര്യം? എടോ, ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യാൻ ആമയെ പോലെ നീ നിൻ്റെ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കണം. ഇവനാണ് ഈ കാറിൻ്റെ ഇരുന്ന് ഈ സർക്കസ് മുഴുവൻ കാണിക്കുന്നത്, വിടൂല ഞാൻ അവനെന്നും പറഞ്ഞിട്ട് റേസ് ചെയ്യുന്നത്. ഇവൻ്റെ മുന്നിലോ ആമയുണ്ട്, വീട്ടിലുണ്ട് ആമയെ കൊണ്ടച്ച്. ആ ആമയുടെ മുകളിൽ കോയിൻസൊക്കെ വെച്ചിട്ടുമുണ്ട്. ഇനി സാക്ഷാൽ അമ്മയെ പിടിച്ച് വേറെയുണ്ട്. ആമക്കച്ചവടമൊക്കെ ഉണ്ട് ഇവിടെ നാട്ടിൽ. കുറേ പേരെ കാശ് അങ്ങനെ പറ്റിച്ചു പോയിട്ടുണ്ട്. ഈ ആമയ്ക്ക് ഇത്ര കിട്ടും, അത്ര കിട്ടും, ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയുന്നൊരു വിദ്വാൻ ഈ ആമയുടെ ബിസിനസ്സിൽ ഒരു 10-15 ലക്ഷം കൊണ്ട് കളഞ്ഞ ആളാണ്. എന്തൊക്കെ തട്ടിപ്പ്! നിങ്ങൾക്ക് ഈ ബുദ്ധി വന്നാലുണ്ടല്ലോ, പിന്നെ ഇതിലൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തണം നമ്മൾ. ഭഗവാൻ പറയുന്നു, ആരാണ് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നമുക്ക് വേണ്ടി ഓരോന്നും തരുന്നു. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഹ. ദാസ്യഭാവത്തിൽ അവർ അങ്ങേയറ്റം വിനയത്തോടു കൂടിയാണ് നമുക്കായിട്ട് ഇതെല്ലാം തരുന്നത്. തൈഹി തിരിച്ച് അപ്രദായേഭ്യ, ഒന്നും നൽകാത്ത ഈ ഏഭ്യന്മാർ അവന്മാരെ കള്ളനാണ് എന്ന് പറയാം. അപ്പം ഗീത കള്ളൻ എന്ന് പറയുന്നത് ഇവിടെ പ്രകൃതിക്ക് തിരിച്ചൊന്നും നൽകാത്തവൻ, സമൂഹത്തിനൊന്നും തിരിച്ചു നൽകാത്തവന്മാർ കള്ളന്മാരാണ്. അവരാണ് ശരിയായ മോഷ്ടാക്കൾ. തുടർന്ന് യജ്ഞശിഷ്ടാശിനസന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വകം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. ഒരു ദയാവായ്പും കൂടാതെ ഭഗവാനെ നല്ല അസല് പച്ചയ്ക്ക് പറയുകയാണ്. എന്താണ്? ഇവന്മാരൊക്കെ പാപം ഭുജിക്കുകയാണെന്നാണ് പറഞ്ഞത്. പാപം പാകം ചെയ്ത് ശാപ്പിടുകയാണ്. എന്താ പറയണത്? യജ്ഞശിഷ്ടാശിനസന്തഃ, യജ്ഞശിഷ്ടം അനുഭവിക്കുന്ന സന്തഃ, സജ്ജനങ്ങൾ. കാരണം അവരെ സംബന്ധിച്ച് എന്തും യജ്ഞശിഷ്ടമാണ്. ഏതും ഇതാണ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പം എന്തും യജ്ഞശിഷ്ടമാണ്. ഇവിടെ ഉൽപ്പന്നമാകുന്ന എന്തും, അത് പ്രകൃതി നേരിട്ട് തരുന്നതാകട്ടെ, മനുഷ്യന്മാർ അവരുടെ പ്രയത്നത്തിലൂടെ നിർമ്മിച്ച് നൽകുന്നതാകട്ടെ, നമ്മുടെ മുന്നിൽ വരുന്ന നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതോ വല്ലവരും തരുന്നതോ എല്ലാം തന്നെ യജ്ഞശിഷ്ടമാണ്. കൂട്ടായ്മയിൽ നിന്ന്, ഒരുപാട് പേരുടെ പ്രയത്നങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതാണത്. അതിനോട് നമുക്ക് വേണ്ടുന്ന സമീപനം ഇതാണ്. അപ്പം ജ്ഞാനിയായിട്ടുള്ള ഒരാൾ, ഭക്തൻ എന്ന് പറയുന്ന ഒരാൾ എന്താണ്? യജ്ഞശിഷ്ടാശിനസന്തഃ, യജ്ഞശിഷ്ടം അനുഭവിക്കുന്ന അങ്ങനെയുള്ള അവർ സർവകിൽബിഷൈഹി മുച്യന്തേ, എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? നമ്മൾ അനുഭവിക്കുന്ന ഏതുമാകട്ടെ, അതെന്താണ്? നിങ്ങൾ കാണുന്ന ഒരു സിനിമയാണെങ്കിലും നിങ്ങൾ അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ, പക്ഷെ അതിൻ്റെ പിറകിൽ കുറേ പ്രവർത്തനങ്ങളുണ്ട്. ലൈറ്റ് ബോയ് മുതൽ ഒരുപാട് പേര് പ്രയത്നിച്ചതിൻ്റെ ഒരു അവസാന റിസൾട്ടാണ് നമുക്ക് തരുന്നത്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാവാം, ചിലപ്പോൾ കത്തിയായിരിക്കാം, കത്തിയാണെന്നൊക്കെ നമുക്ക് അഭിപ്രായം പറയാം. പക്ഷെ ഒപ്പം നിങ്ങൾക്ക് ഇതും കൂടെ ഉണ്ടാവണം. അതിൽ കുറേ പേര് പ്രയത്നിച്ചിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളും അതിന് വിഹിതം കൊടുത്തിട്ടാണ് അത് കാണാൻ പോയതൊക്കെ.
അപ്പം യജ്ഞശിഷ്ടം ആയിട്ട് അനുഭവിക്കുന്ന അവർ എല്ലാ പാപങ്ങളിൽ നിന്നും സർവകിൽബിഷൈഹി മുച്യന്തേ മോചിക്കപ്പെടുന്നു. ആ ഭാവനയിലാണ് അവരത് അനുഭവിക്കുന്നതെങ്കിൽ എന്നാൽ യാതൊരുവനാണോ ആത്മകാരണാത് പചന്തി തനിക്ക് വേണ്ടി മാത്രം പാകം ചെയ്യുന്നത്, മറ്റുള്ളവൻ ഒന്നിനെയും പരിഗണിക്കാത്തത്. പാകം ചെയ്യുക എന്ന് പറഞ്ഞാൽ തീ കൂട്ടി സ്റ്റൗവിൽ വെക്കുക എന്നുള്ളതല്ല, മറ്റുള്ള ഒന്നിനെയും പരിഗണിക്കാതെ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത്. അവിടെ മറ്റുള്ളത് ഒന്നും തൻ്റെ മുന്നിൽ വിഷയമല്ല. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു, ഇതാണ് എനിക്ക് നല്ലത് കിട്ടണം, വാശിയാണ് മൂപ്പർക്ക്. അവൻ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആത്മകാരണാത് പചന്തി തനിക്ക് വേണ്ടി പാകം ചെയ്യുന്നവനാ. തേ പാപാഹ ഈ പാപികൾ അകംപുഞ്ചതേ അവർ ശാപ്പിടുന്നതേ പാപമാണ്, കഴിക്കുന്നതേ അതാണ്. ഒറ്റയ്ക്ക് കഴിക്കുക എന്ന് പറയും. അപ്പം എങ്ങനെയാണ് ഇനി യജ്ഞം, ആ യജ്ഞത്തിൻ്റെ മഹത്വത്തെ വിവരിക്കുന്നു. അന്നാത് ഭവന്തി ഭൂതാനി, 3-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകം, കർമ്മയോഗത്തിലെ 14-ാമത്തെ ശ്ലോകം. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ. അന്നാത് ഭവന്തി ഭൂതാനി, ഭൂതാനി അന്നാത് ഭവന്തി ഭൂതങ്ങൾ അന്നത്തിൽ നിന്ന് ഭവിക്കുന്നു. ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്തായാം ഉണ്ടായത്. എല്ലാ ഭൂതങ്ങളും അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അന്നാത് ഭൂതാനി ഭവന്തി, അന്നത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടാകുന്നത്. നമ്മളൊക്കെ അന്നത്തിൽ നിന്ന് ഉണ്ടായതാണ്. നമ്മൾ ഇന്നലകളിലേക്ക് നടന്നു പോയാൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിലെത്തും. അവിടുന്ന് വീണ്ടും പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ ശരീരത്തിലെത്തും. ആ അച്ഛൻ്റെ ശരീരത്തിലെത്തി എങ്ങനെയാണ് നമ്മളാകുന്ന ഒരു അണ്ഡം രൂപപ്പെട്ടത്? ഈ ശോണിത ശുക്ല സംയോഗത്തിലാണ് ഇതുണ്ടായതെങ്കിൽ അതിന് കാരണമായത് എന്താണ്? അന്നമാണ്. അന്നമാണ് നമ്മുടെ ഊർജം. നമ്മളതിനെ കാർബോഹൈഡ്രേറ്റ് അത് ഇതെന്നൊക്കെ പറയുകയായിരിക്കാം. അന്നമാണ് പരമകാരണം, അന്നത്തിൽ നിന്നാണ്. അന്നാത് ഭവന്തി ഭൂതാനി, അന്നാത് ഭൂതാനി ഭവന്തി അന്നത്തിൽ നിന്ന് ജീവികൾ ഉണ്ടാകുന്നു. അപ്പോൾ അന്നം എവിടുന്ന് ഉണ്ടാകുന്നു? പർജന്യാത് അന്നസംഭവ. പർജന്യം മഴയിൽ നിന്ന്, മേഘത്തിൽ നിന്ന്. മഴയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? അന്നമുണ്ടാകുന്നത്. ജലത്തിൽ നിന്നാണ് അന്നത്തിൻ്റെ കാരണം ആയിട്ട് തീരുന്നത്. യജ്ഞാത് ഭവതി പർജന്യ. അപ്പോൾ മഴയിൽ നിന്നാണ് അന്നമുണ്ടാകുന്നത്. ആ അന്നം ഉണ്ടാകുന്നതോ യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നത്. യജ്ഞാത് ഭവതി പർജന്യ. ഇതിനാണ് ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ പറയുക. അപ്പോൾ ഈ യജ്ഞം നടത്തിയാലാണ് മഴ പെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ എന്തിനാണ് പറയുന്നത്? ഈ ഇഷ്ടിക നിരത്തി ഹോമം ചെയ്ത്. ഈ യുക്തിവാദികളും ഭക്തന്മാരും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ പെടുത്താവുന്ന ഒറ്റ കമ്പാർട്ട്മെൻറ്റിൽ കയറ്റി വിടാം, വലിയ പ്രശ്നമൊന്നുമില്ല. രണ്ടുപേരും ഒരേ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിന് കാത്തു നിൽക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തെ, യജ്ഞം എന്ന് പറഞ്ഞാൽ ഇഷ്ടിക നിരത്തലല്ല ഇവിടെ പറയുന്നു. ഇവിടെ ഒരുപാട് യജ്ഞങ്ങളെക്കുറിച്ച് ഇനി പറയാൻ പോകുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്നലെ ബാക്കറിൻ്റെ സൈക്കിൾ യജ്ഞവും വേലായുധൻ്റെ സർപ്പയജ്ഞവും ഒക്കെ പറഞ്ഞത്. ഒരുപാട് യജ്ഞമുണ്ട്. ഈ യജ്ഞം മനസ്സിലാവണം. അപ്പോഴാണ് നമുക്ക് ഭഗവാൻ തന്നെ പറയാൻ പോകുന്നുണ്ട് ഇതേ അധ്യായത്തിൽ. ഏവം പ്രവർത്തിതം ചക്രം, ആ യജ്ഞചക്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? മഴ, യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാവുന്നത്. എന്താ അവിടെ യജ്ഞം? അതൊരു ടീം വർക്കാണ്. ആരുടെ ടീം വർക്കാണ്? സൂര്യൻ അതിൽ പ്രധാനിയാണ്. സൂര്യൻ പ്രവർത്തിക്കുന്നു. സൂര്യൻ്റെ തീക്ഷ്ണമായ പ്രകാശരശ്മികൾ
അതുപോലെ സ്പേസ്, വായു, പിന്നീട് അത് ഉറഞ്ഞ് വീണ്ടും മഴയായി വരുന്നത്. അതിൻ്റെ പിറകിലൊരു പ്രവർത്തന പദ്ധതിയുണ്ട്. അതിനെയാണ് ഈ യജ്ഞം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ഗീതയിൽ ഇഷ്ടിക നിരത്തുക എന്നുള്ള ഒരു യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഇഷ്ടകാവായ തീർവായതാവ എന്ന് പറഞ്ഞ് എത്ര ഇഷ്ടിക വേണം, എങ്ങനെയാണ് നിരത്തേണ്ടത്, അതൊന്നും ഇവിടെ ഇല്ല. യജ്ഞം എന്ന് പറഞ്ഞാൽ ഇതാണ്, നിശബ്ദമാണ് ആ യജ്ഞം. അപ്പം യജ്ഞാത് പർജന്യ ഭവതി, യജ്ഞാത് ഭവതി പർജന്യ. ഇനി യജ്ഞമോ, യജ്ഞകർമ്മസമുദ്ഭവം. യജ്ഞകർമ്മസമുദ്ഭവ, യജ്ഞമാകട്ടെ കർമ്മത്തിലാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ചലനമാണ്. അപ്പം കർമ്മം എവിടെയാണ്? തുടർച്ചയാണ്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അന്നത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. അന്നം മഴയിൽ നിന്നുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. കർമ്മമോ, കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. കർമ്മം ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു. അപ്പം ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണോ? ബ്രഹ്മം എന്ന് പറഞ്ഞാലാണ് അകർമ്മം. ഏത് കർമ്മവും ചലനവും ഇതൊരു സയൻസാണ്, സിമ്പിൾ സയൻസ്. നമ്മൾ പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സിൽ പഠിച്ച സയൻസ്. ഏത് ചലനവും ചലിക്കാത്ത ഒരു ആധാരത്തെ, അധിഷ്ഠാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഏത് ചലനവും അതിനെന്ത് വേണം? ചലിക്കാത്തൊരു അധിഷ്ഠാനം വേണം. നമ്മുടെ മുകളിൽ ഫാന് കറങ്ങുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനെന്ത് വേണം? ഫാനിനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു അധിഷ്ഠാനമുണ്ട്. അത് ഇളകാൻ തുടങ്ങിയാലോ അത് താഴെ വീഴും. ട്രെയിൻ ഇത്രയും വേഗത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ റെയിൽ പാളം ഇളകാതെ അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ട്. നമ്മുടെ വാഹനങ്ങളൊക്കെ റോഡ് പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു ഉറച്ച പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ എല്ലാ ചലനങ്ങളും ചലിക്കാത്തൊരധിഷ്ഠാനത്തിലാണ്. ഇവിടെ ഏറ്റവും സൂക്ഷ്മമായ ചലനത്തെയാണ് പറയുന്നത്. നമ്മളെ മനുഷ്യ ശരീരത്തിലെ ഈ ചലനം എന്താണ്? പ്രാണസ്പന്ദനം, ശക്തിസ്പന്ദനം എന്ന് പറയും. അതാണ് ആദ്യത്തെ ചലനം, ആ മിടിപ്പ്. നമുക്കത് കൈവച്ചാലും ഇങ്ങനെ കയ്യിൽ നമ്മൾ പൾസ് നോക്കില്ലേ, കാണാം ടിക് ടിക് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് എവിടെ വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യുമല്ലോ. സ്പന്ദനമാണ്, പ്രാണൻ്റെ സ്പന്ദനമാണ്. ആ സ്പന്ദനം, ശക്തിസ്പന്ദനം, അതാണ് ആദ്യത്തെ ചലനം. ചലനത്തിൽ ഏറ്റവും സൂക്ഷ്മമായത്. അത് നടക്കുന്നുണ്ടെങ്കിലേ ബാക്കി എല്ലാ ചലനവും നടക്കൂ. അത് നിന്നാൽ കഴിഞ്ഞു. അതെവിടെയാണ്? ആ ചലനത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് അവിടെയാണ്. ഈ പറഞ്ഞ നമ്മൾ ടൈം ആൻഡ് സ്പേസിൻ്റെ ഒക്കെ ആധാരം എന്ന് പറയുന്നത് അതിനെയാണ്. ഇത് മഹാഭാരതത്തിൽ കാലയവനൻ കൃഷ്ണൻ ഓടും, കാലയവനൻ പിറകിലോടും. നല്ലൊരു മനോഹരമായ കഥയുണ്ട്. കാലയവനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാലം തന്നെയാണ്. ടൈം ആൻഡ് സ്പേസിനെയാണ് ഈ കാലയവനെന്ന് മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഒക്കെ പറയും. മൂപ്പരെപ്പോഴും പിറകിലാണ് ഓടുന്നത്. ആരുടെ പിറകിൽ? ഭഗവാന്റെ. ഭഗവാൻ മുന്നിൽ ഓടുക. ഇവന് കിട്ടൂല. നമ്മുടെ
ഈ വാച്ചില്ലേ, നമ്മുടെ സമയം എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മമായ സമയം എന്താ? ഘടകം സെക്കൻഡാണ്. അത് മൈക്രോ സെക്കൻഡ്, മില്ലി സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. സെക്കൻഡാണ്, സെക്കൻഡ്. നമ്മുടെ വാച്ചിൽ എത്ര സൂചിയുണ്ട്? 3 സൂചിയുണ്ട്. ചെറിയ ക്ലാസ് പഠിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മുടെ വാച്ചിൽ 3 സൂചി ഉണ്ടല്ലോ, ക്ലോക്കിലൊക്കെ കാണില്ലേ? അല്ല സ്വാമി, എൻ്റെ വാച്ചിൽ സൂചിയേ ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. അറിയാം നമുക്ക് സൂചിയൊന്നുമില്ല, ഞാൻ വാച്ച് കെട്ടാറില്ല, ഞാൻ മൊബൈലിലാണ് നോക്കുക, ഇങ്ങനെയൊന്നും പറയരുത്. കുറച്ച് ഇങ്ങനെയൊക്കെയാണ് യുക്തിവാദികൾ സംസാരിക്കുക. ഭയങ്കരമാണ്. ഇവരോട് സംസാരിക്കണമെങ്കിൽ അസാമാന്യ ക്ഷമ വേണം. അങ്ങനെയൊക്കെ പറഞ്ഞു കളയും, ഇങ്ങനെ എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മണിക്കൂറിനെ കുറിക്കാൻ ഒരു സൂചിയുണ്ട്, മിനിറ്റിനെ കുറിക്കാൻ ഒരു സൂചിയുണ്ട്, പിന്നെ ഒരു സെക്കൻഡ് സൂചിയുണ്ട്. ഈ ഫസ്റ്റ് സൂചി എവിടെ? എവിടെ? ഫസ്റ്റിൽ ടൈം ഇല്ല സുഹൃത്തെ. അപ്പോൾ ഈ കാലയവനൻ എന്ന് പറയുന്നവൻ രണ്ടാമനാണ്, സെക്കൻഡാണ്. ഫസ്റ്റ് ആരാണ്? അതാണ് കൃഷ്ണൻ. അപ്പോൾ ഈ കാലയവനൻ ഇല്ലാണ്ടായി പോവും. എവിടെയെന്നറിയോ? മുചുകുന്ദൻ്റെ ഗുഹയ്ക്കകത്ത് കയറും. മൂപ്പര് ഒരു രസകരമായിട്ടുള്ളൊരു കഥയാണത്. മൂപ്പരെപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരാളാണ്. മൂപ്പര് ഉണർന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ആ മുന്നിലുള്ളവൻ ആരാണോ അവൻ പിന്നെ ഇല്ലാണ്ടാവും. ആരാ? അങ്ങനെ മുചുകുന്ദൻ്റെ ഗുഹയിൽ ഇവനെ ഓടിച്ചു കയറ്റുന്നത്. അപ്പോൾ ഈ മുചുകുന്ദനെ ചവിട്ടിയപ്പോൾ മുചുകുന്ദൻ ഉണർന്നപ്പോൾ കാലയവനൻ ഇല്ലാണ്ടായി. കാലം ആർക്കാണ് ഇല്ലാതെയാവുക? ഉണർന്നവൻ്റെ മുന്നിൽ പിന്നെ കാലമില്ല. അങ്ങനെ ഉണർത്തുന്ന പരിപാടിയാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത്. യോഗേശ്വരനാണ്. വളരെ സിംബോളിക്കായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തോ സച്ചിദാനന്ദം കട്ടാതെ എന്തോ വേറെന്തോ ഒരു സാധനം, അങ്ങനെയല്ല. അത് അങ്ങനെയാണ് മനസ്സിലാക്കിയെങ്കിൽ തെറ്റി. അപ്പം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ബ്രഹ്മത്തിന് എന്താ ലക്ഷണം ഉപനിഷത്തിൽ പറഞ്ഞത്? ഇങ്ങനെ സച്ചിദാനന്ദ കട്ടാന്നാണോ? അല്ലല്ലോ. ബ്രഹ്മത്തിന് ലക്ഷണം പറയുമ്പം യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. എവിടെ നിന്ന് ആണ് ഈ കാണുന്ന ഭൂതങ്ങൾ, ഭൂതം എന്ന് പറഞ്ഞാൽ സത്തായ ഉണ്ടായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ആവിർഭൂതമായത്? യതോ വാ ഇമാനി ഭൂതാനി, ഈ കാണുന്ന എല്ലാം പ്രപഞ്ച ഘടകങ്ങളും ആവിർഭൂതമായത് എവിടെ നിന്ന്? യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി. എവിടെയാണ് ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടായ പ്രപഞ്ച ഘടകങ്ങളെല്ലാം നിലകൊള്ളുന്നത്? ഏന, യാതൊന്നിലാണ്. യത് പ്രയന്തി അഭിസംവിശന്തീതി, യാതൊന്നിലേക്കാണ് ഇതെല്ലാം വിലയിക്കുന്നത്. എവിടെ നിന്നുണ്ടായി, എവിടെ നിലനിന്ന് എവിടേക്ക് വിലയിക്കുന്നു? തദ് വിജിജ്ഞാസസ്വ ബ്രഹ്മേതി, അതിനെ ബ്രഹ്മമെന്നറിഞ്ഞാലും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരമ കാരണം. ആ ബ്രഹ്മം എവിടെയെങ്കിലും അല്ല, ആ ബ്രഹ്മമേ ഉള്ളൂ. സർവം ബ്രഹ്മമയം രേ രേ സർവം. കേട്ടിട്ടില്ലേ സദാശിവ ബ്രഹ്മേന്ദ്രരുടെ സർവം ബ്രഹ്മമയം? സർവ അതാണ്. അപ്പം എവിടെ നിന്നുണ്ടായി? യഥോവായ്മാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് ബ്രഹ്മേതി വിജിജ്ഞാസസ്വ, അതിനെ അറിഞ്ഞാലും ബ്രഹ്മമെന്ന്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി, ബ്രഹ്മത്തിൽ നിന്നാണ് കർമ്മം. എല്ലാ ശക്തിസ്പന്ദനങ്ങളുടെയും ഉറവിടം അതിൽ നിന്നാണ്. ഒരു വിത്ത് പൊട്ടുന്നത് ഒരു കർമ്മമുണ്ട് അതിൽ. ഒരു കോഴിമുട്ട, ആ കോഴി വിരിയുന്നതിൽ ഈ കർമ്മം എല്ലാറ്റിലും അന്തർലീനമാണ്. അതിൻ്റെ സാധ്യതയെ,
അതിങ്ങനെ ഒരു വിത്ത് വൃക്ഷമാകാനുള്ള കർമ്മത്തെ മുഴുവൻ ഒളിപ്പിച്ച് വെച്ചിട്ടാണ്. അത് തത്വമസി മഹാവാക്യ ഉദ്ധാലകൻ പറയുമ്പോൾ ഈ വൃക്ഷങ്ങളിൽ തന്നെ ഏറ്റവും വലിയ വൃക്ഷമായ മഹാനിഗ്രോധ, ഏറ്റവും വലിയ ഈ നിഗ്രോധ വൃക്ഷത്തിൻ്റെ, ആൽവൃക്ഷത്തിൻ്റെ വിത്ത് കൊണ്ടുവരാൻ പറയും അവനോട്. അവനെ കൊണ്ടുവന്നു. ബിധ്നീതി, ഏകാം ബിധ്നീതി, ഒരെണ്ണത്തിനെടുത്ത് മുറിക്കാൻ പറയും വിത്ത്. അത്ര കിം പശ്യസി, നീ എന്താ അവിടെ കാണുന്നത്? അനേകം അണ്വമാത്ര, അനേകത്തിലുള്ള ചെറിയ ചെറിയ തലയിലെ ഈര് പോലത്തെ വിത്തുകൾ കാണുന്നു എന്ന് പറയാം. പേരാൽ വൃക്ഷം ഒരു ചെറിയ കായാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അനേക വിത്തുകളുണ്ട്. അതിൽ ഒരെണ്ണത്തിനെടുത്ത് മുറിക്കാൻ പറയും. അവൻ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാനില്ല, ഒന്നും കാണാനില്ല പറയും. അപ്പം അവനോട് പറയും, മോനെ, നിനക്ക് എന്താണോ കാണാൻ പറ്റാത്തതായിട്ടുള്ളത് അതാണ് ഈ കാണുന്ന മഹാവൃക്ഷം. ഈ 9 ഉദാഹരണം ഗംഭീര, വെറുതെ എന്തെങ്കിലും പറഞ്ഞതല്ല. നോക്കൂ, ആ വൃക്ഷത്തിൻ്റെ ഈ വിത്ത് ശാപ്പിടാൻ അതിൻ്റെ ഉള്ളിൽ ആലോചിക്കണേ, ഈ എങ്ങനെയാണ് യജ്ഞം നടക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ഈ വെറുതെ ഈ 4 അമ്പലത്തിൻ്റെ പരിസരത്ത് 4 ഇഷ്ടിക നിരത്തി ആ യജ്ഞത്തിൽ പങ്കെടുത്തു, എന്നിട്ട് ഏതോ ഒരു 4 നമ്പൂരിമാർ ഇങ്ങനെ എന്താ പറയുക പാളസാറൊക്കെ കൊടുത്ത് അവരിൽ നിന്നെടുത്ത് കുറച്ച് പ്രസാദം കിട്ടാൻ വേണ്ടി അടികൂടി. നിങ്ങൾ ഈ യജ്ഞം ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നേ? ഉദാഹരണം ഈ ആൽവൃക്ഷത്തിൻ്റെ വിത്ത്, അല്ലെ ഏത് വിത്ത് എടുത്തോ, ഇതൊക്കെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഈ പടർന്ന് പന്തലിച്ച് ഈ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളാരെയും കൊണ്ട് പ്ലാന്റ് ചെയ്തതാ ആണോ? ഇതിൻ്റെ പ്ലാന്റേഷൻ ഡയറക്ടർമാർ നമ്മളാണോ? ഏതെങ്കിലുമൊക്കെ പ്ലാന്റേഷൻ്റെയൊക്കെ ഡയറക്ടറൊക്കെ ആയിട്ട് ഇരുന്ന് റിട്ടയർ ആയിട്ടുള്ളവരുണ്ടല്ലോ, ആണോ? അല്ല. ഈ അണ്ണാറക്കണ്ണനും ഈ പറവകളും ഈ കിളി എന്താണ്, ഇത് മൊത്തത്തിൽ ശാപ്പിടും. ഇത് ശാപ്പിട്ട് ഇതിൻ്റെ ഉള്ളിൽ ദഹിച്ച് അതിന് വേണ്ട ജീവനെ നിലനിർത്തുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കാഷ്ടത്തിൽ ഈ വിത്തുണ്ട്. പ്രോസസ്സിംഗ് ആണ്. എന്നിട്ടോ അത് എവിടെയെങ്കിലും പോയി അപ്പിടും. ആ അപ്പിടുന്ന കൂട്ടത്തിൽ ആ അപ്പിയിലുണ്ട് ഇതിന് മുളയ്ക്കാനുള്ള ഒരു ചെറിയ സംവിധാനമൊക്കെ ഉണ്ട്. മൂപ്പരവിടുന്ന് പിടിച്ചു കയറും. എത്ര മനോഹരമായിട്ടാണ് ഈ പ്ലാന്റേഷൻ ഭഗവാൻ ആരെയൊക്കെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്? പറവകൾ, ഈ പറഞ്ഞ അണ്ണാരക്കണ്ണൻ, ഇവർക്കൊക്കെ ഈ വിശ്വത്തിൻ്റെ നിർമ്മാണത്തിൽ വലിയ പങ്കുള്ള ആൾക്കാരാ. ഇത് വല്ലതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഓരോരുത്തരും എന്തൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ അനുഭവം മൊത്തം ഇങ്ങനെ ഒരു മര്യാദയും കൂടാതെ അനുഭവിക്കുക. എന്നിട്ട് ഭഗവാൻ എന്നോട് എന്താ ഇങ്ങനെ ചെയ്തത് നമ്മൾ തിരിച്ചു ചെയ്യുന്നതോ? ഈ മൃഗങ്ങളാരെയും പരാതി പറയുന്നുണ്ടോ? ആദ്യം ഈ യജ്ഞത്തിൻ്റെ ഇത് പിടികിട്ടണം. എന്താ ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ? ആദ്യം നിങ്ങൾ ഈ ഇഷ്ടികയിൽ നിന്ന് പുറത്ത് കടക്കണം. പ്രാചീന ബർഹിഷസിനെ പോലെ ഇഷ്ടികയും ദർഭയും കണ്ട ഉടനെ 4 യജ്ഞം. ഇപ്പം നാട്ടിൽ കുറേ വിദ്വാന്മാരുണ്ട്, 5000 കൊല്ലം മുമ്പ് നടന്ന യജ്ഞാണെന്ന് പറഞ്ഞ് തട്ടിപ്പാക്കാൻ വേണ്ടിയിട്ട് ആളുകളെടുത്ത് നിന്ന് പിരിവെടുത്ത് വെറുതെ കുറേ. നോക്കൂ, ഉപനിഷത്തിൽ തന്നെ ഉണ്ടല്ലോ, നല്ല പച്ചയ്ക്ക് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റ് ഓടും. ഈ യജ്ഞത്തിന് പിന്നെ പോവില്ല. ഈ നെയ് കാച്ചാൻ. ശാർക്കരാക്ഷൻ എന്ന ഉപനിഷത്ത് വിദ്യാർത്ഥിയോട് ഗുരു പറയുന്നത് കുറച്ച് കഠിനമായ ഭാഷയിലാണ്. ഹേ മൂഢ, മതിയാക്ക് നിൻ്റെ ഈ ഹോമം എന്ന് പറയുന്നത്. എന്താന്നിട്ട് വിശക്കുന്ന കുഞ്ഞ് അമ്മയുടെ സ്തന്യത്തിന് ദാഹിച്ച് കരയുന്നത് പോലെ പ്രപഞ്ചത്തിലെ പ്രാണിവർഗങ്ങൾ മുഴുവൻ അവരുടെ വൈശ്വാനരാഗ്നിക്ക് അവകാശപ്പെട്ട അന്നത്തെ ഈ ബാഹ്യാഗ്നിയിൽ എരിച്ച് ചാമ്പലാക്കുന്ന ഹേ മൂഢ, മതിയാക്ക് നിൻ്റെ ഈ പരിപാടി എന്നാ. എന്തുകൊണ്ടാണ് ടാഗോർ ഗീതാഞ്ജലിയിൽ അത് പാടിയത്? ഈ ഭജനവും ഇതൊക്കെ നിർത്ത് സാധു എന്ന് പറഞ്ഞത് കാരണം അങ്ങനത്തെ ഒരു കർമ്മകാണ്ഡികളായി അധപ്പതിച്ച മനുഷ്യനോടാണ് പറയുന്നത്.
ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഹോമകുണ്ടത്തിൽ നെയ്യൊഴിക്കുക തൃപ്തിയാവുന്ന എന്തോ ആണെന്ന മൂഢതയെ ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന പൗരോഹിത്യം എന്നും മതത്തിന് വലിയൊരു തടസ്സം തന്നെയാണ്. അത് ഏത് മതത്തിലായാലും. അതിനെ ചോദ്യം ചെയ്യുന്നത് ഈ അധ്യായം മുഴുവൻ. ഇതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി, അല്ലെങ്കിൽ ഗീത കേൾക്കണ്ട. കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ നിങ്ങളുടെ തലമണ്ടയ്ക്കകത്ത് കുറച്ച് മാറ്റം വരും. നിങ്ങളുടെ തലമണ്ടയെ മാറ്റാൻ പര്യാപ്തമായ കെൽപ്പുള്ള ത്രാണിയുള്ള ശാസ്ത്രമാണിത്. നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് ഉണ്ടാവും, അതിൽ തർക്കമൊന്നുമില്ല. മറ്റതൊക്കെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തേക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നിന്നൊന്നും ദൈവം ഇത് ഈ ഒഴിക്കുന്ന നെയ്യ് കൊണ്ടൊന്നുമല്ല. വരാൻ പോകുന്നുണ്ട് കടുകട്ടിയായ കാര്യങ്ങൾ. അപ്പം ഈ ശ്ലോകം തന്നെ നമുക്ക് ഇനി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ നമ്മൾ റെഡിയാണ് എന്ന് മാത്രം പറയുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.